നയനയ്ക്ക് ആദർശിനെ കാണുന്നത് പോലും ഒരുതരം ദേഷ്യമാണ് കേട്ടോ. ആദർശാണെങ്കിലോ നയനയുടെ പിറകെ പിറകെ വരുന്നുണ്ട്. നീ എന്താ എന്നെ മൈൻഡ് ചെയ്യാതെ? അതെ, മൈൻഡ് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോകുമ്പോ നിന്നെ അവിടെ എന്ന് ചോദിക്കാണ്. അങ്ങോട്ട് മാറുന്നു പറഞ്ഞിട്ട് നയന ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശി ജലജയോട് പറയാണ് ഹാളിൽ നിന്നുണ്ട്, അല്ല നമുക്ക് അവളുടെ വളകാപ്പ് ചടങ്ങ് നടത്തണ്ടേ? ജലജ പറയുന്നതാണ് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മേ? അപ്പോഴേക്കും ദേവിയനെ ചോദിക്കാണ്, അതല്ല ഇനി പെട്ടെന്ന് പേരക്കുട്ടിയൊക്കെ വന്നാല് നിനക്ക് പ്രായമാവുന്ന കരുതിയിട്ടാണോ ജലജ എന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല ചേച്ചി, ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ഇപ്പൊ 7ാം മാസത്തിലെ വളകാപ്പ് നടത്തിയാല് അവളെ കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായ കാര്യം എല്ലാരും അറിഞ്ഞ് നമ്മുടെ കുടുംബത്തിന്റെ മാനം തന്നെ പോവില്ലേ, അതിനു വേണ്ടിട്ട് ഞാൻ പറഞ്ഞെന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, അറിയുന്നവരൊക്കെ അറിഞ്ഞോട്ടെ, അല്ലെങ്കിൽ തന്നെ ഈ രഹസ്യം എത്ര കാലം മൂടി വെക്കാൻ പറ്റും? കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ മൂടി വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയാണ്, വളകാപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ചടങ്ങാണ്. വയറ്റിലുള്ള കുഞ്ഞിനും അമ്മയ്ക്കും ഒരു അപകടം സംഭവിക്കരുതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ആശീർവദിച്ച് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. ഉള്ളിലുള്ള കുഞ്ഞ് നമ്മളെല്ലാവരും പോയിട്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് കുഞ്ഞോർക്കും എന്റെ വരവിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം കാത്തിരിക്കുകയാണെന്ന് കുഞ്ഞിനൊരു വിശ്വാസം വരും. അതുപോലെ തന്നെ നമ്മൾ വളകൾ ഇട്ട് കൊടുക്കുമ്പം ആ വളയുടെ ശബ്ദവും അവനൊരു പ്രത്യേക ഉണർവ് നൽകും. അത് അമ്മയ്ക്കും മകനും നല്ലതാണ് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയാണ്. ഇതൊക്കെയാണ് വളകാപ്പിന്റെ ഐതിഹ്യം. എന്തായാലും അവരുടെ വീട്ടുകാരും എല്ലാം വിളിച്ച് കുറച്ച് ആളുകളെയും വിളിച്ച് നമുക്ക് ഇച്ചിരി ഗ്രാൻഡായിട്ട് തന്നെ നടത്താം എന്നൊക്കെ മുത്തശ്ശി പറയാണ്. അപ്പോഴേക്കും ജലജ മനസ്സിലോർക്കാണ് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞിരിക്കുമ്പോഴാ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ട് ഇവർ വളകാപ്പിനൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെ ഇതും കേട്ടുകൊണ്ട് നവി നിൽക്കുകയാണ്. നവി മനസ്സിൽ കരുതാണ്, ഈശ്വര, ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാത്ത ഗർഭം പറഞ്ഞുകൊണ്ട് ഇത്രയും നാളും ഞാൻ കളിപ്പിച്ചു, ആ സമയത്ത് കാണും എല്ലാം അറിഞ്ഞാലോ, എങ്ങനെയെങ്കിലും അബോഷനാക്കി എന്ന് വരുത്തി തീർക്കണമെന്ന് പറഞ്ഞിട്ട് അവള് മുകളിലെ നിലയിലേക്ക് അവളുടെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ റൂമിൽ ചെല്ലുമ്പോഴേക്കും അവൾ അവിടെ കുറച്ച് ടാബ്ലറ്റ് കാണുന്നു. ഈ ടാബ്ലറ്റ് എല്ലാം കഴിച്ചതുകൊണ്ട് അബോഷനായെന്ന് പറഞ്ഞു വരുത്താം എന്ന് പറഞ്ഞിട്ട് അവൾ വെള്ളമെടുത്ത് കുടിക്കാൻ പോകുമ്പോൾ വേണ്ട, എന്റെ വയറ്റില് കുഞ്ഞില്ലല്ലോ, ഇപ്പൊ ഇതെങ്ങാനും കഴിച്ചില് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്കും അവര് എന്റെ ശരീരം മുഴുവൻ കേടായാലോ, എന്റെ സൗന്ദര്യം മൊത്തം പോയാലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? അതൊന്നും വേണ്ട, അതല്ലാതെ മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്യാം എന്നിങ്ങനെ അവൾ ആലോചിക്കാണ്. പടിക്കെട്ടിൽ നിന്ന് വീഴുന്നത് പോലെ അഭിനയിക്കാം, അങ്ങനെ അബോഷനായെന്ന് പറയാം, നേരെ ആ ഹോസ്പിറ്റലിലേക്കും പോകാം എന്നൊക്കെ നവ്യ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ നവ്യ പ്ലാൻ ചെയ്തുകൊണ്ട് മോളിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ താഴെ വെച്ചിട്ട് നയന ഹാളിലൂടെ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ ഇരുന്ന ആദർശ് അവളുടെ പുറകെ തന്നെ അടുക്കളയിലേക്ക് പോവാണ്. അപ്പോഴേക്കും ജലജ പറയുന്നു, കണ്ടില്ലേ ഏട്ടത്തി, നയന പോയതിന് പിന്നാലെ തന്നെ അവളുടെ സാരത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൻ പോകുന്നത് കണ്ടില്ലേ എന്ന് പറയാണ്. അങ്ങനെ അടുക്കളയിൽ പോയിട്ട് നയന അവനെ മൈൻഡ് പോലും ചെയ്യാൻ നിന്ന് പച്ചക്കറിയൊക്കെ എടുത്ത് അരിയുന്നുണ്ട്. അല്ല, എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ആരുടെ ഹെൽപ്പിന്റെ ആവശ്യമില്ല, ഇത്രയും നാളെ ജോലികൾ ഞാൻ തന്നെയല്ലേ ചെയ്തോണ്ടിരുന്നേ, ഇനി അങ്ങനെ തന്നെ മതി, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് നയന പറയാണ്. പാവല്ലേ, ഒന്ന് സഹായിക്കാന്ന് കരുതിയപ്പോ എന്നെ മെക്കിട്ട് കയറാണോ ചോദിക്കുമ്പം ഞാൻ അവിടെ സഹായം ചോദിച്ചില്ലല്ലോ, ഇവിടുന്ന് പോയാൽ മാത്രം മതി എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ആദർശ് ചോദിക്കാണ്, അല്ല നീ ഇന്നലെ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞില്ലേ, അത് വഴിപാടിനോട് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നയനോട് നിന്നൊരു കത്തിയെടുത്ത് ആദർശ് നേരെ ചൂണ്ടിയിട്ട് അപ്പോഴേക്കും ആദർശ് അയ്യോ വേണ്ട വേണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും നയന മനസ്സിൽ കരുതുന്നുണ്ട്, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിന്നലെ പോയത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടി മണം പിടിച്ച് വന്നിരിക്കുക ദുഷ്ടൻ എന്ന് നയന മനസ്സിൽ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നയനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അപ്പോഴേക്കും ആ കോളിനായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നയന ചോദിക്കാണ്, ഹലോ വിജി, അയ്യോ അങ്ങനെയാണോ സംഭവിച്ചത്, നീ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടേയില്ല, അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക് എന്ന് പറയുമ്പോഴേക്കും ആദർശ് മനസ്സിൽ കരുതാണ്, കൊല്ലാനോ, ഈശ്വര ആരെയാ എന്ന് പറയുന്നു. നീ അങ്ങനെയൊന്നും നിന്നോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാളെ വിട്ടുവെക്കാൻ പാടില്ല, അയാളെ അങ്ങ് കൊന്നേക്ക്, ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഈ കാര്യം പറയാം, അദ്ദേഹം എന്താ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് നയന പറയാണ്, ആദർശയുടെ കണ്ടില്ലേ, എന്റെ ഫ്രണ്ടാ വിജി, അവളുടെ ഹസ്ബൻഡ് ഇത്രയും കാലം അവളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാവം അവൾ അത് വിശ്വസിച്ച് ഇത്രയും കാലം അയാളുടെ സ്നേഹമെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോഴാ മനസ്സിലായത് അയാളെ ചതിക്കുകയാണെന്ന്, അവനെ എന്ത് ചെയ്യണമെന്ന് പറ ആദർശിട്ടെന്ന് പറയുമ്പം അങ്ങനെയുള്ളവന്മാരെയൊക്കെ കൊല്ലണം എന്ന് ആദർശ് പറയാണ്. കേട്ടില്ലേ, എന്റെ ഹസ്ബൻഡും അത് തന്നെയാ പറഞ്ഞത്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അയാളെ കൊല്ലാനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുക, ഞാനും കൂടെ നിൽക്കാമെന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, നയന നീ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നേ, ഇങ്ങനെയൊന്നും പറയാതെ, കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ സിമ്പിള് കേസാണോ, അകത്ത് പോയി കിടക്കും, നീയും പോയി കിടക്കും അകത്ത്, അത് മാത്രമല്ല ഏതൊരു പ്രശ്നത്തിന് പരിഹാരം കാണുമല്ലോ. അപ്പോഴേക്കും നയന പറയാണ്, ഓഹോ പെണ്ണുങ്ങളുടെയൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു വസ്തു പോലെയാണല്ലേ, എപ്പോ വേണം തട്ടിക്കളിക്കാലോ, അതുപോലൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, എത്രയും പെട്ടെന്ന് നീ അയാളെ കൊല്ലാൻ നോക്കടി എന്ന്
നയന പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ കെട്ടാക്കാണ്. അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് മാറി നിന്നിട്ട് ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഇവക്ക് നിസ്സാരമായ കാര്യമാണോ, ഇവക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആദർശ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ആദർശ് വെളിയിൽ നിൽക്കുന്ന സോറി, നവ്യ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും നവ്യ അവിടെ നിന്നിട്ട് ഇങ്ങനെ തല കറങ്ങുന്ന പോലെ അഭിനയിച്ച് സ്റ്റെയറിന്ന് ഇറങ്ങി വരുന്നു. ഈ സമയത്ത് നയന അവിടെ കോഫി കൊടുത്തോണ്ട് നിൽക്കുമായിരിക്കും. പെട്ടെന്നാണ് നയന അവള് വീഴാൻ പോകുന്ന കണ്ടിട്ട് ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെന്നിട്ട് നവ്യനെ താങ്ങി പിടിച്ച് സെറ്റിലേക്ക് കൊണ്ട് നിർത്തുന്നുണ്ട്. എല്ലാവരും നവ്യനെ പിടിച്ചുകൊണ്ടിരുത്താണ്. ചേച്ചി ഇന്നാ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞിട്ട് അവക്ക് വെള്ളം കൊടുക്കുകയാണ്. അപ്പോഴേക്കും നവ്യ വെള്ളം കുടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിന് ഇന്നൊരു അവസരം ഉണ്ടാക്കണം എന്ന് കരുതിയപ്പോ അവളെല്ലാം വന്ന് കോളവാക്കി കളഞ്ഞു, നാശം പിടിച്ചവൾ എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ദേവയാനി ചോദിക്കാണ്, എന്താ നവ്യ നിനക്ക്, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ളൊരു ഓർമ്മയില്ലേ, ഇങ്ങനെയൊക്കെയാണോ ബിഹേവ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ സോറി ആന്റി, ഞാൻ ഓർത്തില്ല, നടന്നു വന്നപ്പം എനിക്കൊന്ന് തലകറങ്ങുന്ന പോലെ തോന്നി, അതുകൊണ്ടല്ലേ. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, അതിന് അവളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ, തലകറക്കമൊക്കെ ഈ സമയത്ത് സാധാരണ അല്ലേ, എന്തായാലും പടിക്കെട്ടിലൂടെ ഒക്കെ വരുമ്പം ഒരാളുടെ കൂടെ ഹെൽപ്പ് ഉള്ളത് നല്ലതാ മോളെ എന്നൊക്കെ ഇങ്ങനെ ദേവയാനോട് നയനയോട് നവ്യയോട് മുത്തശ്ശി പറയാണ്. നയനമോള് കണ്ടതുകൊണ്ട് ഭാഗ്യമായി, അല്ലെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി പറയാണ്, നവ്യനെ നോക്കാന് അവളുടെ അമ്മായിമ്മയ്ക്ക് എന്തായാലും സാധിക്കില്ല, അതുകൊണ്ട് ഒരു നഴ്സിനെ നമുക്ക് വിളിച്ചു വരുത്താന്ന് പറയുമ്പം ചെറിയച്ഛനും ജയനും പറയാണ്, ശരിയാ നമുക്കൊരു നഴ്സിനെ വിളിച്ചു വരുത്താന്ന് പറയുന്നു. അപ്പോഴേക്കും നവ്യ പറയാണ്, ഓ അത് വേണ്ട, എനിക്കത് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യില്ല, ഞാൻ തന്നെ നോക്കണം, അല്ലെങ്കിൽ എന്നെ നോക്കാൻ നയന ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ജാനകി ചോദിക്കാണ്, ഓഹോ ഇവിടെയുള്ള ജോലി കൂടാതെ അവൾ നിന്നെയും കൂടെ നോക്കണോ, അപ്പൊ പിന്നെ അവളെ എപ്പോഴാ നോക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും ജയൻ പറയാണ്, അതൊന്നും വേണ്ട, ഒരു നേഴ്സിനെ തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോഴേക്കും നവ്യ മനസ്സിൽ പറയണ, ഈശ്വര ഇവള് കാരണം എല്ലാം കുളവായി. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് നയനേനെ നോക്കി ഇങ്ങനെ കണ്ണൂരിട്ട് പേടിപ്പിക്കുകയാണ് കേട്ടോ നവ്യ. നാശം പിടിച്ചവൾ, അവസാന സമയം വന്നിട്ട് അവളെല്ലാം കുളവാക്കി എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോവാണ്. അപ്പൊ നയന ചിന്തിക്കാണ്, ഈ ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്ന നോക്കുന്നതെന്ന് അവള് ചിന്തിക്കുന്നുണ്ട്. മുറ്റത്തിരുന്നിങ്ങനെ ഒരു കസേരയിലിരുന്ന് മുത്തശ്ശൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നയന പറഞ്ഞ കാര്യങ്ങളും ആദർശ് ചതിക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വന്നിട്ട്, എന്താ മുത്തശ്ശ ഇവിടെ നിന്ന് എന്തെടുക്കാന്ന് ചോദിക്കുമ്പം, ഓ ഒന്നുമില്ല മോനെ, ഞാൻ ആലോചിക്കായിരുന്നു, വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞാൽ എന്തുമാത്രം തെറ്റായ കാര്യമാണല്ലേ, ഒരാളെ ഒരു കാര്യം പറഞ്ഞും സ്നേഹം നടിച്ചൊക്കെ വിശ്വാസവഞ്ചന കാണിക്കുക, എന്നിട്ട് അത് ലാസ്റ്റ് സ്നേഹം നടിക്കുക, അവസാനം അവളെ വഞ്ചിക്കുക, എന്തൊക്കെ ഒരു ഇതാണല്ലോ ചോദിക്കുമ്പം, എന്താ മുത്തശ്ശനി പറയുന്നേ, ആരെക്കുറിച്ചാന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല ഞാൻ ദാ ഈ പുസ്തകത്തിൽ വായിച്ചതാന്ന് പറയുന്നു. പുസ്തകത്തിൽ വായിച്ചതൊന്നും സത്യമാണെന്നില്ല മുത്തശ്ശൻ അതെല്ലാം മടക്കി വെച്ചിട്ട് അതൊന്നും വായിക്കണ്ട, ഇച്ചിരി റിലാക്സ് ചെയ്യ എന്ന് പറയാണ്. ശരി മോനെ, മോൻ പോയിക്കോന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. അതേസമയത്ത് തന്നെ ആദർശം അങ്ങോട്ടേക്ക് നീങ്ങി നിന്നിട്ട്, ഈശ്വര മുത്തശ്ശൻ ഓരോ കാര്യങ്ങളും പറയുമ്പോ എന്റെ അകവാള് കത്തിപ്പോവാ, ഇതെങ്ങാനും സത്യമാണെന്നെങ്ങാനും മുത്തശ്ശൻ അറിഞ്ഞ എല്ലാം അവസാനിക്കും എന്നിങ്ങനെ ആദർശ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ.